ഇന്ന് നമ്മൾ ചെയ്യുന്നത് അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പായസമാണ് മക്രോണി പായസം. സാധാരണ ചെയ്യുന്നതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ടേസ്റ്റിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പുതുമ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പായസം ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഷേപ്പിലുള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏത് ഷേപ്പിലുള്ളതാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഒരു 1/2 കപ്പ് ചൊവ്വരി, അതായത് സാബൂനരിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മക്രോണി ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഓഫാക്കി ഓണാക്കിയിട്ട് 1-2 പ്രാവശ്യം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇത്രയ്ക്ക് ആയാലും മതി കേട്ടോ, കൂടുതലായിട്ട് പൊടിഞ്ഞു പോവരുത്. ഫസ്റ്റ് നമുക്ക് പായസത്തിലേക്ക് വേണ്ട പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കാം. ഇതിനായിട്ട് ചുവട് കട്ടിയുള്ള കുറച്ച് വലിയൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് ഇതൊന്ന് കാരമൽ ചെയ്തെടുക്കാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കാരമൽ ചെയ്തെടുക്കാനായിട്ട്. ഇളക്കി കൊടുക്കണ്ട കേട്ടോ, ജസ്റ്റ് ഈ പാത്രം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ഈ സമയത്ത് തന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചൊവ്വരിയും മക്രൂണി ഒന്ന് വേവിച്ചെടുക്കണം. മക്രൂണി വേവിക്കുന്ന സമയത്ത് കുറച്ചധികം വെള്ളത്തിലിട്ടിട്ട് വേണം വേവിക്കാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു 90-95% വേവുന്ന സമയത്ത് നമുക്കതൊന്ന് ഊറ്റിയെടുക്കാം. ഊറ്റി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് 1 കപ്പ് സാദാ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിന് സ്റ്റാർച്ച് കൂടുതലാവും, അത് പോവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അതും ചൊവ്വരി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതിവിടെ സൈഡിൽ നിന്നെല്ലാം കളറ് മാറി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ വിട്ട് നിൽക്കുകയും ചെയ്യരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ എടുത്ത് നിന്നിട്ട് നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം കാരമൽ ചെയ്തെടുക്കാനായിട്ട്. ഇവിടെ ഒരു ഗോൾഡൻ കളറായി വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 25 ഗ്രാം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ബട്ടറെല്ലാം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 1/2 കപ്പ് നല്ല തിളച്ച വെള്ളം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം പാലാണ്, പെട്ടെന്ന് തിളച്ച് പുറത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എടുത്ത് നിന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. പാലൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്ന ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണി ചേർത്ത് കൊടുക്കാം. മക്രോണി ചേർക്കുന്ന സമയത്ത് അത് കട്ട പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം കട്ട പിടിക്കാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. മക്രോണി എല്ലാം ചേർത്ത് പാൽ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സാബൂനരിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 കപ്പോളം പഞ്ചസാര വേണ്ടി വരും. മധുരം നിങ്ങൾക്ക് കൂടുതലോ കുറവോ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പായസമാകുമ്പം കുറച്ച് മധുരം ഉണ്ടാവുന്നതല്ലേ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുറുക്കിയെടുക്കാനായിട്ട്. ഇളക്കി കൊടുക്കുന്ന കാര്യം മറക്കരുത്, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. അവസാനമായിട്ട് ഇതിലേക്ക് ഏലക്കയും പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിച്ചതാണ് ഇതൊരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഈ ഒരു കട്ടിയാവുന്നത് വരെ ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ലൂസും അല്ല എന്നാൽ നല്ല കട്ടിയും അല്ല, ആ ഒരു രീതിയിലാവുന്ന സമയത്ത് കണ്ടില്ലേ, ഇനി ഒഴിക്കുന്ന സമയത്ത് ഒഴിക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു കട്ടിയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ സമയത്ത് നമ്മൾ ഓഫാക്കുകയാണെങ്കിൽ തന്നെ ഇത് തണുത്ത് കഴിയുമ്പം പാകത്തിനുള്ളൊരു കട്ടിയിൽ തന്നെ ഉണ്ടാവും പായസം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു 1/2 മണിക്കൂറോളം അടിച്ചു വെക്കാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാഷ്യൂ നട്ട്സും റൈസിൻസും ഒക്കെ നെയ്യിൽ വറുത്തിട്ടുള്ളതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് നേരം കഴിഞ്ഞ് നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് പാകത്തിനുള്ളൊരു കട്ടിയായിട്ടുണ്ട് കേട്ടോ. ഒഴിക്കുന്ന സമയത്ത് കാണുന്നില്ല, ഈ ഒരു കട്ടിയിലായിട്ടുണ്ട്.
ഇത് കറക്റ്റാണ് കേട്ടോ ഈ ഒരു പായസത്തിന്. ഇതിനി ചൂടോടെ ആണെങ്കിലും തണുപ്പിച്ചിട്ടാണെങ്കിലും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് മക്രോണി വെച്ചിട്ടാണ് ചെയ്തതെന്ന് തോന്നേ ഇല്ല കേട്ടോ. ശരിക്കും ഒരു അടപ്പായസത്തിൻ്റെ അതേ ഒരു രീതിയിലാണ് ഉള്ളത്. കഴിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പായസമാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ പായസം ഇഷ്ടപ്പെടും. ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്